നമ്മുടെ പെൺകുട്ടികൾ സുരക്ഷിതരാണോ? ഈ ചോദ്യം പലകുറി കർമ്മ ന്യൂസ് അടക്കമുള്ള മാധ്യമങ്ങൾ വാർത്താ വിശകലനങ്ങളിലൂടെ ഉന്നയിച്ചതാണ്. പ്രായപൂർത്തിയായ പെൺകുട്ടികളെ പഠിക്കാൻ വിടുന്നു. അത് ബാംഗ്ലൂരാകാം, മൈസൂരാകാം, ചെന്നൈയിലാകാം, എവിടെയുമാകാം. ബസ് കയറ്റിവിടാം, ട്രെയിൻ കയറ്റിവിടാം. മാതാപിതാക്കൾ കുട്ടി പഠിക്കാൻ പോയി എന്ന് വിചാരിക്കുന്നു. ഈ കുട്ടി പിന്നീട് ചേതനയേറ്റ ശരീരം ആയി വീട്ടിലേക്ക് കൊണ്ടുവരേണ്ട ആ ഒരു ഭീകരാവസ്ഥ, ആ ഒരു കഠിനമായ ആ ഒരു അവസ്ഥ, കഠോരമായ അവസ്ഥ ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിൽ ഇത് സർവ്വസാധാരണമായിക്കൊണ്ടിരിക്കുകയാണ്. കാരണങ്ങൾ പലതാകാം. കുട്ടികൾ വഴിതെറ്റിപ്പോകുന്നതാകാം, പല കൂട്ടുകെട്ടുകളിൽ ചെന്ന് പെട്ട് മയക്കുമരുന്നോ അങ്ങനെയുള്ള സംഭവങ്ങളിൽ ചെന്ന് പെട്ട് അങ്ങനെയാകുന്നതാകാം, പ്രണയബന്ധങ്ങളിൽ ചെന്ന് പെട്ടിട്ട് ഇങ്ങനെ വരുന്നതാകാം. എന്തൊക്കെയായാലും ശരി, നമ്മുടെ പെൺകുട്ടികൾ വളർന്നു വരുന്തോറും അല്ലെങ്കിൽ അവർ പ്രായപൂർത്തിയായ ശേഷം അവരുടെ മാതാപിതാക്കൾക്ക് ഒരു ആധി തന്നെയാണ്. പണ്ടുകാലത്ത് വിവാഹം കഴിച്ചു വിടണം എന്നുള്ള ടെൻഷനേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം അങ്ങനെയല്ല. ഈ കുട്ടികളെയൊക്കെ ദൂരെ പഠിക്കാൻ വിടുമ്പോൾ അവർ എങ്ങനെ ഏത് രീതിയിൽ തിരിച്ചു വരും എന്നുള്ള ഒരു ടെൻഷൻ കൂടി, ഒരു പിരിമുറുക്കം കൂടി മാതാപിതാക്കൾക്കുണ്ടാകുന്നു എന്നത് ഇന്നത്തെ വർത്തമാനകാല യാഥാർത്ഥ്യമാണ്. രാത്രി 7:30 മാവേലിക്കരയിൽ നിന്ന് ധന്യ എന്ന പെൺകുട്ടിയെ അച്ഛൻ ബസ് കയറ്റി വിടുന്നു. ശേഷം കാണാതാകുന്നു. കുട്ടിയെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നു. പിറ്റേ ദിവസം പെൺകുട്ടിയെ പുളിക്കീട് പമ്പയാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നു. ഈ കൗമാരക്കാർക്ക്, ഇത്തരം പെൺകുട്ടികൾക്ക് എന്താണ് സംഭവിക്കുന്നത്? രാത്രിയിൽ ഒറ്റയ്ക്ക് ഒരു പെൺകുട്ടിയെ ബസ് കയറ്റി വിടുക, പിറ്റേന്ന് പരാതി കൊടുക്കുക, ബസ്സിൽ പോയ പെൺകുട്ടിയുടെ മൃതദേഹം പുഴയിൽ കണ്ടെത്തുക. ഇത് ഇപ്പോൾ ധന്യ കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ്. ആ കുട്ടിക്കാണ് ഈ ഒരു മരണം സംഭവിച്ചിരിക്കുന്നത്. ധന്യയ്ക്ക് എന്താണ് പറ്റിയത്? ധന്യ ഏതെങ്കിലും കൂട്ടുകാരെ ബന്ധപ്പെട്ടിരുന്നോ? ധന്യയ്ക്ക് മറ്റ് ബന്ധങ്ങളോ പ്രണയബന്ധങ്ങളോ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഈ കുട്ടിക്ക് എന്താണ് സംഭവിച്ചത്? ഈ കുട്ടി ആത്മഹത്യ ചെയ്തതാണോ, അതോ ആരെങ്കിലും ഈ പെൺകുട്ടിയെ കൊലപ്പെടുത്തിയതാണോ തുടങ്ങിയ ചോദ്യങ്ങൾ പോലീസ് അന്വേഷണത്തിൽ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ പോലും നമ്മുടെ ഒരു സാമൂഹ്യ അവസ്ഥ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ദുരൂഹതകളാണ്. എല്ലാത്തിലും ദുരൂഹതകളാണ്. പ്രത്യേകിച്ചും പെൺകുട്ടികൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ പെട്ടുപോവുക, അവർക്ക് അപകടങ്ങൾ സംഭവിക്കുക, അതൊക്കെ സർവ്വസാധാരണമായിരിക്കുന്നു എന്നത് ദുരൂഹമാണ്. പല പല റാക്കറ്റുകൾ, ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലവ് ജിഹാദ് റാക്കറ്റുകളടക്കം കേരളത്തിലും കേരളത്തിന് പുറത്തുമൊക്കെ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടുത്തെ ക്രമസമാധാന പ്രശ്നങ്ങളിലൊന്നും പല ഇടപെടലുകളും ഉണ്ടായിട്ടില്ല എന്നതും ഒരു സത്യമാണ്. പെൺകുട്ടികൾക്ക് എന്ത് സംഭവിക്കുന്നു? ഈ ധന്യയ്ക്ക് എന്ത് സംഭവിച്ചു? ധന്യയെപ്പോലെ നിരവധി പെൺകുട്ടികൾക്ക് ഇത്തരത്തിൽ അപകടങ്ങളും മരണങ്ങളും സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ വാർത്തകൾ കണ്ടതാണ്. ഇവർക്കൊക്കെ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ അന്വേഷിക്കണ്ടേ? നമ്മൾ കരുതണ്ടേ? പെൺകുട്ടികൾ ഉള്ള മാതാപിതാക്കൾ തീർച്ചയായിട്ടും അവരുടെ മക്കളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധയോടെ, ജാഗ്രതയോടെ പെരുമാറേണ്ടിയിരിക്കുന്നു, പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു എന്നതാണ്. കാരണം നമ്മുടെ മക്കൾ നമുക്കാണ് വലുത്. ഇതിപ്പോൾ പോലീസ് അന്വേഷണം കഴിയും, എന്തെങ്കിലും ഒരു റിപ്പോർട്ട് എടുത്തും കഴിഞ്ഞു. പക്ഷേ പോയത് പോയി, അതിനെ ഒരിക്കലും തിരിച്ചു കിട്ടില്ല. ധന്യയെപ്പോലെ നിരവധി പേർക്ക് ഇതുപോലെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് ദുരൂഹ സാഹചര്യത്തിൽ. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? എന്താണ് ഇവിടെ ഇതൊക്കെ സംഭവിക്കാൻ കാരണം? തീർച്ചയായിട്ടും നമ്മുടെ ഭരണ സംവിധാനങ്ങളും നിയമ സംവിധാനങ്ങളും ഇത് പരിശോധിക്കുക തന്നെ വേണം.